ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ശ്രുതീസ് ഫുഡ് ലാബ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ബീഫ് ഷവർമയായിട്ടാണ്. നമ്മൾ കുബൂസ് കൊണ്ടിട്ടല്ല, പൊറോട്ട കൊണ്ടിട്ടാണ് ഈ ഷവർമ ഉണ്ടാക്കുന്നത്. അപ്പോൾ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സൈഡിലുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലേറ്റസ്റ്റ് വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ബീഫ് ഷവർമ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാനിവിടെ ഒരു 500 ഗ്രാം ബീഫ് ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മസാലാസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ അളവിൽ കശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 3/4 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ വീതം ഗാർലിക് പേസ്റ്റും ജിഞ്ചർ പേസ്റ്റും. ഇതിന് പകരം നിങ്ങൾ അരിഞ്ഞു ചേർത്താലും മതിയാവും. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ നാരങ്ങ നീര് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ മസാലയെല്ലാം നന്നായിട്ട് ബീഫിൽ പുരട്ടി വെച്ചിട്ടുണ്ട്. ഇതൊരു 15 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ച് മാരിനേറ്റ് ചെയ്യാം. ഈ ഒരു സമയം കൊണ്ട് നമുക്ക് മയോണൈസ് ഉണ്ടാക്കിയെടുക്കാം. ഇന്ന് ഞാനിവിടെ ചില്ലി മയോണൈസ് ആണ് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. നേരത്തെ ഒരു മയോണൈസിൻ്റെ വീഡിയോ നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും മേലെ കാണുന്ന ഐ ബട്ടണിലും കൊടുക്കുന്നുണ്ട്. ചില്ലി മയോണൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ മിക്സറിൻ്റെ ചെറിയ ജാറിലേക്ക് 2 മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 3 വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കടുകും 1.5 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും 1/4 ടീസ്പൂൺ കശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. കശ്മീരി മുളക് പൊടി ചേർക്കുന്നത് ഒരു കളറിന് വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 3/4 ടീസ്പൂൺ നാരങ്ങ നീരും ചേർക്കാം. മയോണൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ഏകദേശം ഒരു 1/2 കപ്പും 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും ആവശ്യം വന്നിട്ടുണ്ട്. ഇത് കുറച്ചായിട്ട് ഒഴിച്ച് ഇതിൻ്റെ കൺസിസ്റ്റൻസി തിക്കാവുന്നവരെ നമുക്കിതൊന്ന് അരച്ചെടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഓയിലെല്ലാം ഒരുമിച്ച് ഒഴിച്ചു കൊടുക്കരുത്. കുറച്ചായിട്ട് മാത്രം ഒഴിച്ചു കൊടുക്കുക. 10 സെക്കൻഡ് വീതം അടിച്ചെടുക്കുക. ഇപ്പോൾ നമ്മുടെ മയോണൈസ് അത്യാവശ്യം തിക്കായി വന്നിട്ടുണ്ട്. ഇതിലും തിക്കാവണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇതിനി നമുക്ക് മാറ്റി വയ്ക്കാം. ബീഫ് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നേരത്തെ നമ്മൾ മാരിനേറ്റ് ചെയ്ത് ബീഫ് ചേർത്ത് കൊടുക്കാം. 2 സൈഡും ഒരു 15 മിനിറ്റോളം നമുക്ക് അടച്ചു വെച്ചൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ തന്നെ വെക്കുക. ഇപ്പം നമ്മുടെ ബീഫ് റെഡി ആയിട്ടുണ്ട്. ഇതിനി നമുക്ക് മാറ്റി വയ്ക്കാം. പൊറോട്ട ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ 2 ദിവസം മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിലും മേലെ കാണുന്ന ഐ ബട്ടണിലും കൊടുക്കുന്നുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. ഷവർമ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നേരത്തെ ഫ്രൈ ചെയ്ത് ബീഫ് എടുത്തിട്ടുണ്ട്. മയോണൈസ് ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. 1 കുക്കുംബർ നീളത്തിലരിഞ്ഞതും 2 ചെറിയ തക്കാളി നീളത്തിലരിഞ്ഞതും 1 മീഡിയം സൈസിലെ ഉള്ളി അരിഞ്ഞതും എടുത്തിട്ടുണ്ട്. അതുപോലെ പൊറോട്ട നമ്മൾ സാധാരണ ഉണ്ടാക്കുമ്പോൾ ലാസ്റ്റ് ലെയർ കാണാൻ വേണ്ടിയിട്ട് ഒന്ന് അടിച്ചെടുക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ഷവർമ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അടിക്കാത്ത പൊറോട്ടയാണ് യൂസ് ചെയ്യുന്നത്. ആദ്യം തന്നെ നമുക്കൊരു ബട്ടർ ഷീറ്റ് വെച്ച് കൊടുക്കാം. അതിൻ്റെ മേലെ ഒരു പൊറോട്ട ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഈ പൊറോട്ടയിൽ ആവശ്യത്തിന് മയോണൈസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ബീഫ് വെച്ച് കൊടുക്കാം. ആവശ്യത്തിനനുസരിച്ച് കുക്കുംബറും തക്കാളിയും ഉള്ളിയും ഒക്കെ വെച്ച് കൊടുക്കാം. ഇതിൻ്റെ മേലെ കുറച്ചുകൂടി മയോണൈസ് ഒഴിച്ചു കൊടുത്ത ശേഷം നമുക്കിതൊന്ന് റോൾ ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു ഷവർമ റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ തന്നെ ബാക്കിയുള്ളത് കൂടി നമുക്ക് ചെയ്തെടുക്കാം. പൊറോട്ടയിൽ മയോണൈസ് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത ശേഷം ബീഫും ബാക്കിയുള്ള വെജിറ്റബിൾസും വെക്കുക. ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി മയോണൈസ് മേലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് റോൾ ചെയ്തെടുക്കുക. അങ്ങനെ പൊറോട്ട ബീഫ് ഷവർമ റെഡി ആയിട്ടുണ്ട്. ഇത് ശരിക്കും ഒരു മസ്റ്റ് ട്രൈ ആണ്. പൊറോട്ട ഉണ്ടാക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ പൊറോട്ട വാങ്ങിയിട്ടെങ്കിലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നീട് കാണാം.